വെനസ്വേലയിൽ സൈനിക നീക്കം നടത്തി പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയെയും അതുപോലെ ഭാര്യയെയും തൂക്കിയെടുത്ത് കൊണ്ടുപോയ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ ശൈലി ലോകത്തെ ഭയപ്പെടുത്തിയതായിരുന്നു. എന്തും ചെയ്യാമെന്നുള്ള ഒരു സ്ഥിതിയിലേക്ക് അമേരിക്ക കടന്നിരിക്കുന്നു. ലോകരാജ്യങ്ങൾ കൂടുതൽ ആശങ്കയിലായി. അതിൽ ആശങ്ക ഏറ്റവും അധികം അലയടിച്ചത് ഇറാനിൽ തന്നെയാണ്. അതിന് നിരവധി കാരണങ്ങളുമുണ്ട്. ഏറെ ദിവസങ്ങളായി ഇറാനിൽ ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പ്രക്ഷോഭം ആളിക്കത്തിക്കൊണ്ടിരിക്കുന്നു. നഗരങ്ങളിലൊക്കെ തന്നെ ഇറാൻ ഭരണകൂടത്തിനെതിരെ ശക്തമായി തന്നെ ശബ്ദിച്ച് അവർ രംഗത്ത് വന്നിരിക്കുന്നു. ഇതിനിടയിലാണ് ഈ നീക്കങ്ങൾക്ക് പിന്നിൽ അമേരിക്കയ്ക്ക് വ്യക്തമായ പങ്കുണ്ടോ എന്ന സംശയമടക്കം ഉയർന്നു കേട്ടത്. പക്ഷേ വെനസ്വേലയ്ക്ക് പിന്നാലെ അമേരിക്ക ലക്ഷ്യം വെക്കുന്നത്, സൈനികമായി ഇടപെടാൻ ശ്രമിക്കുന്നത് അത് ഇറാനിൽ തന്നെയാണ് എന്നുള്ള അഭ്യൂഹം ലോകത്താകമാനം പരക്കുന്നു. അതിന് കൂടുതൽ ബലം പകരുന്ന, ആക്കം നൽകുന്ന ചില സംഭവ വികാസങ്ങളും പശ്ചിമേഷ്യയിൽ നടക്കുകയാണ്. അമേരിക്കൻ വ്യോമസേനയുടെ ഏറ്റവും വലിയ ചരക്ക് വിമാനമായിട്ടുള്ള C-5, C-17 എന്നീ വിമാനങ്ങളും യുദ്ധവിമാനങ്ങൾക്ക് ആകാശത്ത് വെച്ച് തന്നെ ഇന്ധനം നിറയ്ക്കാനായി ഉപയോഗിക്കുന്ന ടാങ്കർ വിമാനങ്ങളും മധ്യേഷ്യ ലക്ഷ്യമാക്കിക്കൊണ്ട് പാഞ്ഞെടുക്കുകയാണ്. മധ്യേഷ്യയിൽ ഏതെങ്കിലും തരത്തിലുള്ള സൈനിക നീക്കം അമേരിക്ക നടത്തിയാൽ അവിടങ്ങളിലേക്ക് പൊടുന്നനെ എത്തിച്ചേരാൻ വേണ്ടിയാണ് ഇതിനെയൊക്കെ മുന്നൊരുക്കങ്ങളായി എത്തിച്ചിരിക്കുന്നത്. മധ്യേഷ്യയിലേക്ക് ഇത്രയധികം വലിയൊരു സേനാ നീക്കത്തിൻ്റെ ആവശ്യകത നിലവിലില്ല. അതുകൊണ്ട് തന്നെ ഇതെന്തിൻ്റെയോ പടപ്പുറപ്പാടായി ഒരു തുടക്കമായി തന്നെയാണ് ലക്ഷ്യമിടുന്നത്. ഇറാൻ തന്നെയാണ് നോട്ടമെന്നാണ് ഇവരും പറയുന്നതും. കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ നിരീക്ഷണ വിമാനമായിട്ടുള്ള P-8 ഇറാന്റെ വ്യോമാതിർത്തി കടന്ന് നിരീക്ഷണം നടത്തിയെന്ന റിപ്പോർട്ട് പുറത്തു വന്നു. ഇക്കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചില്ലെങ്കിൽ പോലും ഫ്ലൈറ്റ് റഡാർ വിവരങ്ങൾ P-8ന്റെ സാന്നിധ്യം ഇറാൻ വ്യോമാതിർത്തിയിൽ കണ്ടെത്തിയിട്ടുണ്ട്. നേരിട്ടുള്ള ഒരു ഏറ്റുമുട്ടലിന് പകരം ഇറാനുമേൽ പലതരത്തിൽ ആഭ്യന്തര സമ്മർദ്ദമടക്കം ചെലുത്തുന്നു. അതിൻ്റെ ലക്ഷ്യം ഇതുതന്നെയാണ്, ഒരു സംശയവുമില്ല. അമേരിക്കയിൽ നിന്നും UK വിമാനത്താവളത്തിലേക്കാണ് ഇവ പുറപ്പെട്ടത്. ഇറാനിൽ ഭരണകൂട വിരുദ്ധ പ്രതിഷേധം ശക്തി പ്രാപിക്കുന്ന ഘട്ടത്തിൽ കൂടിയാണ് ഇത് നടത്തുന്നത്. 100-ലധികം നഗരങ്ങളിലാണ് പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അലി ഖമനേയിക്കെതിരെ പ്രക്ഷോഭം നടക്കുന്നത്. രാജ്യത്തെ ഒട്ടുമിക്ക പ്രവിശ്യകളിലേക്കും പ്രക്ഷോഭം വ്യാപിക്കുന്നുണ്ട്. ഈ ഭരണകൂട വിരുദ്ധ പ്രക്ഷോഭം ആളിക്കത്തുന്നതിനിടയിലാണ് ഖമനേയി രാജ്യം വിടാൻ തന്നെ തയ്യാറെടുക്കുന്നുവെന്ന റിപ്പോർട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നത്. ഇറാന്റെ എംബസി ഇക്കാര്യം നിരാകരിക്കുന്നുവെങ്കിൽ പോലും കാര്യങ്ങൾ ശരി തന്നെയാണ്. പണപ്പെരുപ്പവും സാമ്പത്തിക തകർച്ചയും മൂലം രാജ്യം കത്തിയെരിയുകയാണ്. ആ ഘട്ടത്തിലാണ് 86-കാരനായ ഖമേനി തൻ്റെ അനുയായികളോടൊപ്പം, കുടുംബത്തോടൊപ്പം റഷ്യയിലേക്ക് പലായനം ചെയ്യാൻ ഒരുങ്ങുന്നത്. എന്തുകൊണ്ട് റഷ്യ എന്ന് ചോദിച്ചാൽ അതിനും വ്യക്തമായ ഉത്തരമുണ്ട്. സൈന്യവും സുരക്ഷാ സേനയും പിന്മാറുകയോ കൂറുമാറുകയോ ഉത്തരവുകൾ പാലിക്കുന്നതിൽ പരാജയപ്പെടുകയോ ചെയ്യുന്നെന്ന് കണ്ടെത്തിയാൽ ഖമേനിയും സംഘാംഗങ്ങളും 20 അംഗ സംഘം തലസ്ഥാന നഗരമായ ടെഹ്റാനിൽ നിന്നും പറന്നു പൊങ്ങുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. കാരണം സിറിയയിൽ ഇതിനു മുൻപ് ഭരണകൂടത്തെ അട്ടിമറിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ, വിമതപക്ഷം അധികാരമേറ്റപ്പോൾ ബാഷർ അൽ അസദിന്റെ പതനത്തിന് സമാനമായൊരു അവസ്ഥ തന്നെയായിരിക്കും ഇറാനിലും സംഭവിക്കുക. അതുകൊണ്ട് തന്നെയാണ് അസദ് പറന്നതുപോലെ തന്നെ റഷ്യയിലേക്ക് പറക്കാൻ ഖമനേയിയും തയ്യാറെടുക്കുന്നത്. ഈ മുന്നറിയിപ്പും ഇപ്പോഴത്തെ സൈനിക നീക്കവും ഒക്കെ തന്നെ കൂട്ടി വായിക്കുമ്പോഴാണ് അമേരിക്കയുടെ ഇടപെടലും ഇനി നടത്താനിരിക്കുന്ന ഓപ്പറേഷനുകളെക്കുറിച്ചുള്ള സൂചനകളും പുറത്തു വരുന്നത്. ഇറാന്റെ ദേശീയ കറൻസി ആയിട്ടുള്ള റിയാലിന്റെ മൂല്യം കുപ്പുകുത്തി. അതിനൊപ്പം തന്നെ അസഹനീയമായ തലങ്ങളിലേക്ക് വിലക്കയറ്റം പൊടുന്നനെ ഉയർന്നുപോയി. പ്രക്ഷോഭത്തെ പിടിച്ചു നിർത്താൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ഭരണകൂടം മാറി. കടുത്ത ഇസ്ലാമിക് നിലപാടുകൾ കൊണ്ട് സ്വന്തം ജനതയെ തന്നെ പട്ടിണിക്കിട്ട, അടിച്ചമർത്തലിലേക്ക് തള്ളിവിട്ട ഒരു ഭരണകൂടത്തിന്റെ അവസാനം കൂടിയാണ് ഇറാനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. 250-ലധികം കേന്ദ്രങ്ങളിലേക്ക് പടർന്നു പന്തലിച്ചിരിക്കുന്ന ഈ പ്രക്ഷോഭത്തിൽ 30-ലധികം ആളുകൾ ഇതിനോടകം തന്നെ കൊല്ലപ്പെട്ടു. ഇസ്രയേലും അമേരിക്കയും ചേർന്ന് കഴിഞ്ഞ വർഷം ജൂൺ മാസത്തിൽ 12 ദിവസം നീണ്ടുനിന്ന ഒരു ആക്രമണം നടത്തിയിരുന്നു ഇറാന് നേർക്ക്. അതിൽ ഇറാന്റെ സാമ്പത്തിക അവസ്ഥ ഏറെ വഷളായി മാറി. കുതിച്ചുയരുന്ന പണപ്പെരുപ്പവും അമേരിക്കൻ ഡോളറിനെതിരെ ഇറാനിയൻ റിയാലിന്റെ കുത്തനെയുള്ള മൂല്യത്തകർച്ചയും ഒക്കെ ജനത്തെ തെരുവിലിറക്കി പ്രതിഷേധിക്കാൻ പ്രേരിപ്പിച്ചു. ഇപ്പോൾ ഇറാന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഈ വർഷമോ ഇനി അടുത്ത വർഷമോ ഒന്നും തന്നെ വളർച്ച നേടിയെടുക്കാൻ കഴിയില്ല. പണപ്പെരുപ്പം, ഭക്ഷ്യവസ്തുക്കളുടെ വിലക്കയറ്റം, അടിസ്ഥാന വസ്തുക്കളുടെ വിലക്കയറ്റം ഇതൊക്കെ തന്നെ നിലനിൽക്കുന്ന ഇറാനെ സംബന്ധിച്ച് ഉപരോധങ്ങളും ഏറെയാണ്. അതേസമയം അമേരിക്കയുടെ ഇപ്പോഴത്തെ ഈ പടപ്പുറപ്പാട് ബ്രിട്ടനിലെ RAF, ഫെയർഫോൾഡ്, മെൻഡൻഹാൾ, ലോക്കൻ ഹീത്ത് എന്നീ വ്യോമതാവളങ്ങളിലേക്ക് ഈ വിമാനങ്ങൾ എത്തിയത് ഏറെ ജാഗ്രതയോടുകൂടി തന്നെയാണ് ഇറാനും വീക്ഷിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഇവിടേക്ക് വലിയ തോതിലാണ് അമേരിക്കയുടെ വിമാനങ്ങൾ എത്തിച്ചേർന്നിട്ടുള്ളത്. യൂറോപ്പിലെയും മധ്യേഷ്യയിലെയും അമേരിക്കൻ സൈനിക നീക്കങ്ങൾക്ക് സാധാരണഗതിയിൽ ഉപയോഗിക്കുന്ന വ്യോമതാവളങ്ങൾ കൂടിയാണ് ഇത്.
C5, C-17 ഗ്ലോബാസ്റ്റർ വിമാനങ്ങളും സൈനികർക്ക് പുറമേ തന്നെ ആയുധങ്ങളും സൈനിക ഉപകരണങ്ങളും വാഹനങ്ങളും ഒക്കെ തന്നെ കൊണ്ടുപോകാനായി ഉപയോഗിക്കുന്നവ കൂടിയാണ്. സൈനികർ കനത്ത കവചിത വാഹനങ്ങൾ, ചിനൂക്ക് ഹെലികോപ്റ്ററുകൾ, ബ്ലാക്ക് ഹോക്ക് തുടങ്ങി നിരവധി ഹെലികോപ്റ്ററുകൾ അടക്കം അതിവേഗത്തിൽ ലക്ഷ്യസ്ഥാനത്തെത്തിക്കാനാണ് സാധാരണഗതിയിൽ ഇവ ഉപയോഗിക്കാറുള്ളത്. വൻതോതിലുള്ള ഒരു സൈനിക നീക്കം ഈ മേഖലയിൽ ഉടനടി തന്നെ സംഭവിക്കുമെന്നാണ് കരുതുന്നത്. അങ്ങനെ ഒരു നീക്കത്തെക്കുറിച്ച് അമേരിക്ക ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിൽ പോലും ഈ വിമാനങ്ങൾ പുറപ്പെട്ടതും അവ നിലവിൽ മധ്യേഷ്യ, പശ്ചിമേഷ്യ കേന്ദ്രീകരിച്ച് നിൽക്കുന്നതുമൊക്കെ ഇതിൻ്റെ സൂചനയാണ്. മലയാളി വാർത്ത പ്ലസ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.